നമസ്കാരം ഗൈസ്. അപ്പം നമ്മൾ ഇപ്പോൾ ഇവിടെ നമ്മുടെ ഫാം ഹൗസിൽ വന്നിരിക്കുന്നത്. ഫാം ഹൗസ് നമ്മുടെ പാടം ആ ഭാഗത്തേക്ക്. അപ്പോൾ മമ്മിക്ക് ബേസിക്കലി ഞാനും മമ്മിയും എൻ്റെ പെങ്ങളൊക്കെ ഇരുന്ന് ഇങ്ങനെ ഡിസൈഡ് ചെയ്തു ഫൈനലി എന്താ ചെയ്യേണ്ടത് നമ്മളുടെ. ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ എന്തെങ്കിലും പരിപാടി തുടങ്ങാനുള്ള ഇതിലായിരുന്നു. പക്ഷേ എൻ്റെ പരിപാടി തുടങ്ങണമെന്ന് വെച്ചാലും പിന്നെ അതിന് എനിക്ക് പൈസ ഇറക്കേണ്ടി വരും, വിച്ച് ഐ ഡോണ്ട് ഹാവ് റൈറ്റ് നോ. നമ്മൾ പറഞ്ഞത് നമ്മൾ ദുബായിൽ നിന്ന് പാപ്പറായിട്ട് വന്നു. അപ്പോൾ എൻ്റെ ഒന്നുമില്ല. ഉണ്ടെന്ന് വെച്ചാൽ പിന്നെ നോക്കായിരുന്നു ഒരു കൈ. ഇത്രയും നല്ല സ്ഥലമൊക്കെ ഉണ്ടായിട്ടും ഐ ആം ഹെൽപ്ലെസ് ആൻഡ് ഐ ഡോണ്ട് ഇൻറ്റെൻഡ് ടു ടേക്ക് അനദർ ലോൺ ഫ്രം ദി ബാങ്ക് ഓർ എനിത്തിങ്. ലോൺ വേണ്ട. സോ വി ഫൈനലി ഡിസൈഡഡ്, മൈ സിസ്റ്റർ ഓൾസോ സെഡ് കി അന്നത് വിട്ടുകളാ നമുക്ക്, ലെറ്റ്സ് സെൽ ഇറ്റ് ഓഫ്. കാരണം മമ്മീനെ കൊണ്ട് പറ്റില്ല, മമ്മിക്ക് ഇപ്പം നടക്കാനും പിടിക്കാനൊന്നും പറ്റില്ല. അല്ലെങ്കിൽ പണ്ട് പപ്പ ഉണ്ടായിരുന്ന സമയത്ത് മമ്മിയും പപ്പയും വന്ന് ഇവിടെ ഇരിക്കും, അവരെന്നെ അത് ഫുള്ള് ചെയ്തിരുന്നതാണ് സ്വന്തം. ആ സമയത്ത് നല്ലോണം കൃഷിയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ പപ്പ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിരുന്നത്. പപ്പ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ബുദ്ധിമുട്ടുകളുണ്ട്. ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് ഓൺലി വി ആർ സ്ട്രഗ്ലിങ്. ആൻഡ് മമ്മിനെ കൊണ്ട് പറ്റില്ല. പിന്നെ നമ്മൾ ഈ ഒരാൾ അലാവുദ്ദീൻ എന്ന് പറഞ്ഞ ഒരാൾ ഉണ്ട്, പിന്നെ 2-3 വേറെ ബംഗാളികളുണ്ട്, അവരൊക്കെ വന്ന് നോക്കും ചെയ്യും. പക്ഷേ അത് ശരിയല്ലല്ലോ, അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് വെച്ചാൽ നമ്മൾ അങ്ങോട്ടേക്ക് പൈസ കൊടുക്കണം, വിച്ച് ഈസ് ഓൾവേസ് ലൈക്ക് ദാറ്റ്. സോ ഫൈനലി വി ഡിസൈഡഡ് ടു സെൽ ദിസ്. ആൻഡ് എൻ്റെ മമ്മി ഈ സ്ഥലത്തിനെ പറ്റി പറഞ്ഞുതരും. എനിക്ക് ഇതിനെപ്പറ്റി യാതൊരു ഐഡിയ ഇല്ല. എനിക്കറിയാവുന്നവർ കുറച്ചൊക്കെ ഉള്ളൂ, അതും ഞാൻ അലാവുദ്ദീനോട് അറിഞ്ഞാണ്. അപ്പോൾ മമ്മി ഇതിനെ പറ്റിയിട്ട് പറഞ്ഞുതരും. സോ ഇഫ് എനിബഡി ഈസ് ഇൻട്രസ്റ്റഡ് ഓർ എനിബഡി ഈസ് ക്ലോസ് ടു മൈ ഏരിയ ഹു ഈസ് ഇൻട്രസ്റ്റഡ് ടു ബൈ ആൻഡ് do some business or to develop this into something which they want to do, we have the land and we are ready to negotiate. അപ്പോൾ അതാണ് മമ്മി പറയാനുള്ളത്. So you just listen to what my mom has to say. ഇതെന്താ കത്തിക്കണം? ഇപ്പം അന്ന് വന്നപ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പം എന്താ ഫുള്ള് ഇവർ വാഴ ഇട്ടിട്ട് സ്റ്റിൻ. എന്താ മാംഗോ സ്റ്റിൻ? മാംഗോ സ്റ്റിൻ ആ ഇതുപോലത്തെ ഏറ്റവും റോയൽ ഫ്രൂട്ടാണ്. ഇതൊന്നും ഇവിടെ ഇല്ല, കേരളത്തിലില്ല. ഇതൊന്നും ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോഴാണ് ഈ ഭാഗത്ത്. ആപ്പിൾ ചാമ്പ വലിയ അല്ലേ? അങ്ങനെ ചിക്കുവ. ആ ഉണ്ട് അതിൽ അവിടെ കാണാം. ചിക്കുണ്ട്. ഇവിടെ വളർന്നു വരുന്നുണ്ട്. ഗണപതി നാരങ്ങ. ആ കൊലായിട്ടുള്ളത് ഫുള്ള്. അപ്പൊ അത് ആ കത്തിക്കണ എന്താണ്? ഓല, തെങ്ങിന്റെ ഓല വീഴുന്നതും പിന്നെ അടക്കയുടെ. ഇതിപ്പോ പുതിയ നട്ടതാ ഇത് വാഴ? അല്ലടാ, ഒരു 2-3 മാസമായി. 2 മാസം കഴിഞ്ഞു. പിന്നെ അത് എന്താണെന്നറിയാം, ഞാലിപ്പൂവൻ, നേന്ത്രവാഴ. അപ്പൊ ഇവിടെ ഇപ്പൊ എന്തൊക്കെയുണ്ട്? ഇപ്പൊ ഇവിടെ ഗണപതി നാരങ്ങ, പിന്നെ ആപ്പിൾ ചാമ്പ, അവക്കാഡോ, ചിക്കു, പിന്നെ അത് മാംഗോസ്റ്റീൻ, പിന്നെ ഇതിപ്പോ മാംഗോസ് 10-12 ഉണ്ട്. ഇതുണ്ടാവും. ഇത് ചാമ്പക്ക വേറെ ചാമ്പക്ക, ഓർഡിനറി ചാമ്പ. നോക്കട്ടെ, ഞാൻ ഇതിന് എന്തെങ്കിലും ഒരു 4-5 ലക്ഷം രൂപ, 5 പോരാ. ഓർഡിനറി ഇതുപോലത്തെ ഉണ്ടാക്കുകയാണെങ്കിൽ വെറുതെ കളയാൻ പറ്റില്ല. എന്താ പ്ലാൻ? ഇത് വിൽക്കണോ? അത് വിൽക്കണല്ലേ? ഇതും നമ്മുടെ ഇതും ആ പാടം, പിന്നെ വീട് മാമയുടെ കൊച്ചുപാടം മൂത്തപ്പാടം.
അത് എടുക്കണം ഒരുമിച്ച് അങ്ങോട്ട് പോട്ടെ. അത് ആ ഇവിടെ അവിടെ വന്നിട്ട് ആ സീനറിയൊക്കെ ഒന്ന് അത് കാണിച്ചു കൊടുത്തേ. അപ്പൊ മമ്മി പറഞ്ഞു എന്താണ് നമ്മളുടെ പരിപാടി. ഇത് ഒരു ഇവിടെ ചിറ്റ്ലായി എന്ന് പറഞ്ഞ സ്ഥലത്ത് പഴുവിൽ നിന്ന് 1 കിലോമീറ്റർ, പഴു നല്ലൊരു സെൻറ്റ് സേവർ പള്ളി, തൃപ്രയാർ എന്നൊരു 5 കിലോമീറ്റർ, തൃപ്രയാർ അമ്പലത്തിൻ്റെ 5 കിലോമീറ്റർ, പിന്നെ കാട്ടൂരിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ. അപ്പോൾ അതിലാണ് ഇത് കിടക്കുന്നത്. ഈ പുഴയുടെ ചെറിയ കരുവന്നൂർ പുഴയുടെ ചെറിയ തീരമാണിത്. ഒരു 53 സെൻറ്റ് സ്ഥലമായിട്ട്. അപ്പോൾ അതിലിപ്പോൾ ബംഗാളികളാണ് ഒരു 16 ബംഗാളികൾ താമസിക്കുന്നുണ്ട്. വരുമാനം അവരിൽ നിന്ന് പെർ ഹെഡ് 1000 റുപ്പീസ് വിത്ത് ഇത് ഇലക്ട്രിസിറ്റി. അപ്പോൾ ഇനി എത്ര വേണമെങ്കിലും നമുക്ക് വേണമെങ്കിൽ അതുപോലെ ഉണ്ടാക്കി ബംഗാളികൾക്ക് താമസിക്കാനുള്ള സൗകര്യമാക്കിയിട്ട് കൊടുക്കാൻ പറ്റും. 3 ബാത്റൂമുണ്ട്. 3 ബാത്റൂമും അവർക്ക് ഒരു 4 റൂമാണ് 16 ആൾ താമസിക്കുന്നത്, 4 ആൾ വെച്ചിട്ട്. പിന്നെ അതിൻ്റെ അപ്പുറത്തൊരു 40 സെൻറ്റ് അര ഏക്കറാണ്, 50 സെൻറ്റ് സ്ഥലമായിരുന്നു നിലം. അത് ഇതിനോട് കൂടി തന്നെ ഉണ്ട്. ഫാം ഹൗസിൻ്റെ കോഴിയുടെ കോഴി ഫാം ഹൗസ് ആയിരുന്നു. അത് കോഴിയുടെ ഇരുന്ന് അത് കഴിഞ്ഞിട്ട് ആടിനെ വളർത്തി കുറേ. അപ്പോൾ അതിപ്പോൾ എനിക്ക് വയ്യാത്തതുകൊണ്ട് എനിക്കൊന്നും നോക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ടും അത് ശരിക്കും നോക്കിയെടുക്കണമെങ്കിൽ നല്ലൊരു വരുമാനം ഇതിൽ നിന്ന് ഉണ്ടാക്കാം. അപ്പോൾ അത് കൊടുക്കാനാണ്. ഫാം ഹൗസ് 53 സെൻറ്റ് 53 സെൻറ്റ് 53 സെൻറ്റ്. വയലൊന്ന് കാണിച്ചവാ. തൊട്ട് തന്നെ അതിനോട് തൊട്ട് തന്നെ 1/2 ഏക്കർ നിലം. അത് വേണമെങ്കിൽ വല്ല ചെമ്മീൻ കെട്ട എന്തെങ്കിലും ഉണ്ടാക്കാം. ഫാം ഹൗസിനോട് അത് വില പറയാൻ ഇപ്പം പറ്റില്ല. വില അത് ഇൻട്രസ്റ്റ് ഉള്ള പാർട്ടികൾ വിളിച്ചു കഴിഞ്ഞാൽ അത് പറയാം നമുക്ക്. അതിപ്പോൾ നമ്മൾ വിചാരിക്കുന്ന വില 2 lakhs per cent ആണ് ഇതിന്. അത് എന്തെങ്കിലും നെഗോഷിയേറ്റ് ചെയ്യാമെന്ന് മാത്രം. ചെറുപ്പം പോലെ ഞാൻ വിചാരിച്ചതൊക്കെയാണ്. പക്ഷേ യാവിൻ്റെ സ്കൂളും അതും ഇതൊക്കെ നോക്കി കഴിയുമ്പോൾ നമ്മൾ സാധാരണ സ്ഥിരം നിന്ന് നോക്കണം, അല്ലെങ്കിൽ ആരെങ്കിലും വെച്ച് നോക്കണം. നാട്ടിൻ പ്രദേശത്ത് യാവിലൊക്കെ ഇതാക്കുന്നത് ശരിയാവില്ല. നമ്മൾ ജോയിൻ്റ് ആയിട്ട് മമ്മി ഞാനും എല്ലാവരും വിചാരിച്ചത് സിസ്റ്റർ അതേ വിചാരിച്ചൊരു തീരുമാനമാണ് വിൽക്കാന്ന് വിചാരിച്ചു. പറ്റുന്നില്ല. അതിനോട് ഇതൊക്കെ എടുത്തോ. വേലിയൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് നമ്മൾ. മതിലായിരുന്നു, മതിൽ വീണാണ്. പിന്നെ ഈ നിലം ഉണ്ടല്ലോ, ഈ നിലം ശരിക്കും ചെമ്മീൻ. ഇത് നമുക്ക് ഗവൺമെന്റിൽ നിന്ന് അതിനുള്ള സബ്സിഡിയും ഇത് അവർ കെട്ടാൻ ഇതൊക്കെ കിട്ടും. ഗവൺമെന്റിൽ നിന്ന് ചെമ്മീൻ കെട്ടൊക്കെ ആക്കിയിട്ട് എടുക്കാം. മീൻ വളർത്തൽ ഈ നിലം ഒപ്പം തന്നെയാണ്. ഇതിനോടൊപ്പം തന്നെ ഒരു 50 സെന്റ്. ഇത് 50 സെന്റ്. ഞാനും അതും വിചാരിച്ചു. പക്ഷെ എനിക്ക് ഇവിടെ വന്നിട്ട് ചെയ്യാനുള്ള സമയമൊന്നുമില്ല. നമ്മുടെ ലൈഫ് സ്റ്റൈൽ ടോട്ടലി ഡിഫറെന്റ് ആണ്. ഇതൊരു 50 സെന്റ്. 50 സെന്റ് ഉണ്ട്. അപ്പൊ ഇവിടെയും ആക്ച്വലി എന്തൊക്കെയാണ് മീനിന്റെ ഫാമിംഗ്. അത് ചെമ്മീൻ കെട്ടാ എന്തെങ്കിലും അതുപോലെ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ എന്തെങ്കിലും ഇതിൽ കാര്യം ചെയ്യാനുള്ളതാണ്. അത് ഗവൺമെന്റ് കൊടുക്കും. ഫിഷറീസിന് ഇപ്പൊ അവര് വല്ലാണ്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ടേ. കണ്ടില്ലേ മാങ്ങ ഇതൊക്കെയാണ്. പിന്നെ നമ്മുടെ ഫാം ഹൗസിൽ ഇഷ്ടം പോലെ ഇങ്ങനത്തെ നല്ല എക്സോട്ടിക് ഫ്രൂട്ട്സിന്റെ ഇതുണ്ട്, പ്ലാന്റേഷൻസ് ഉണ്ട്, കുറെ മാംഗോസ്റ്റിനുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞു. അപ്പൊ ഈ പാടവും നമ്മൾ കഴിഞ്ഞു. പിന്നെ വീടിനെ പറ്റി പറഞ്ഞു. അത് ഒരു 24 സെന്റ് സ്ഥലത്തില് ഒരു വീടാണ്, 3 bedroom. അപ്പൊ അതും കൊടുക്കാനുള്ളത് തന്നെയാണ്. 24 സെന്റ് സ്ഥലമാണ്. അതിന്റെ പിന്നിൽക്കാണ് അതിന്റെ സ്ഥലം. വീടിന്റെ ഒപ്പം ഇതും കൊടുക്കാനുള്ളതാണ്. ഇവിടുന്ന് മുതൽ നമ്മൾക്ക് ഈ കാണുന്ന ഈ ഫുള്ള് ഏരിയ ഈ ലൈൻ കൊടുക്കാനുള്ള. പിന്നെ നിങ്ങൾ ഈ വഴി കാണില്ല, ഈ വഴിനെ പറ്റി പറഞ്ഞില്ലല്ലോ. ഇത് KLDCയുടെ റോഡാണിത്. അപ്പൊ ഇത് ഇനിയിപ്പോ അത് 1 way ആയിട്ട് പോകുന്നാണ് പറയണത്. പുള്ളുവഴി തൃശ്ശൂർക്ക് നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതുമാതിരി തന്നെ ഇത് 1 way ആക്കാനുള്ള പരിപാടി ഉണ്ട് ഫ്യൂച്ചറിൽ. അത് തൃശ്ശൂർ റോഡ് അത് മെയിൻ റോഡ്. സോ ഇൻ ഫ്യൂച്ചർ ഗവൺമെന്റ് വന്നിട്ട് നമ്മളോട് എല്ലാം ആയി കിടക്കണ്ടല്ലോ.
അല്ല എന്നാലും ഇപ്പൊ ഗവൺമെന്റ് വക നല്ലൊരു എമൗണ്ട് കിട്ടാൻ സാധ്യതയുണ്ട് ഇഫ് യു ആർ ഗോയിങ് ടു സെൽ ഇറ്റ് ലേറ്റർ അല്ലേ? അതെ. അപ്പൊ അതും ഒരു പ്രോഫിറ്റബിൾ ആയിട്ട് നിങ്ങൾക്ക് കണക്കാക്കാം. നമുക്കിപ്പോ വയ്യാത്തോണ്ടാണ്, അല്ലാണ്ട് അല്ലെങ്കിൽ കൊടുക്കൂല ഇത്. എനിക്ക് ആക്ച്വലി വിൽക്കാനോ യാതൊരു താല്പര്യമില്ല, കാരണം പപ്പുള്ള സമയത്ത് മേടിച്ചിട്ടാ ഇതൊക്കെ. സോ ഷീ ഈസ് ഹാവിങ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ഹാർഡ് ടൈം സെല്ലിങ് ഇറ്റ്, ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ തിങ്കിങ് അബൌട്ട് us, ഷീ ഈസ് സേയിങ് നോ ടിൽ ഷീ ഈസ് ഹിയർ. ഇതിപ്പോൾ തന്നെ ചെയ്ത് കളയാന്ന് വെച്ചിട്ട് ഇതെല്ലാം നമ്മുടെ പേരിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇഫ് യു ഗൈസ് ആർ ഇൻട്രസ്റ്റഡ്, എനിബഡി എൻ്റെ യൂട്യൂബ് ചാനൽ കാണണമെന്ന് വെച്ചാൽ പ്ലീസ് എന്നോട് കമൻറ്റ് ബോക്സിൽ കൂടെ ചോദിക്കാം. നമ്മുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ പുഴയുണ്ട്, നമ്മളുടെ തൊട്ട് മുമ്പിൽ തന്നെയാണ് പുഴ. ബോട്ടിങ്ങോ എന്തെങ്കിലും ബോട്ട് സർവീസ് എന്തെങ്കിലും ഞാൻ വിചാരിച്ചത് ആദ്യം ബിസിനസ് ഇവിടെ എയർബിഎൻബിയുടെ ഭാഗത്ത് എന്തെങ്കിലും ചെയ്യാമെന്ന്. പിന്നെ അതിന് തന്നെ ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിന് കുറച്ച് പൈസ വേണം. എൻ്റെ അങ്ങനത്തെ പൈസ ഒന്നുമില്ല ഇപ്പോൾ. സോ ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ഇൻവെസ്റ്റിംഗ് ആൻഡ് മേക്കിംഗ് സംതിങ് വിച്ച് വിൽ ടേക്ക് അഗെയിൻ ലോട്ട് ഓഫ് ടൈം. അപ്പോൾ ഞാൻ അതിലിപ്പോൾ താല്പര്യം പൈസ ഇട്ടിട്ട് ചെയ്യാനുള്ള പരിപാടി ഇല്ല. സോ ദാറ്റ്സ് വൈ ഐ backed out from this. So instead of that, sell this and get some money and do something else. എൻ്റെ റെക്കോർഡിംഗ് സ്റ്റുഡിയോ മാതിരി തന്നെ എന്തെങ്കിലും ഒരു പഠിപ്പിക്കുന്ന ബിസിനസ് എന്തെങ്കിലും വെച്ചാൽ ഐ ക്യാൻ ഡു ദാറ്റ്. സോ ദാറ്റ് ഈസ് വാട്ട് വി ആർ ലുക്കിംഗ് ഫോർ. അപ്പോൾ ആരെങ്കിലും ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. കമൻറ്റ് കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഐ ക്യാൻ ഗിവ് യു മൈ നമ്പർ ഓർ മമ്മീസ് നമ്പർ and you can contact her directly and ഒരു ഇതിൽ വേറെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. ഞാനും എൻ്റെ മക്കളും മാത്രമാണ് ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഉള്ളത്. വേറെ ആരും ഇല്ല ഇതിൽ. ഡയറക്റ്റ് സെല്ലാണ്. എൻ്റെ പേരിലാണ് ഇത് ഉള്ളത്. ഒന്നുമില്ല, എൻ്റെ പേരിൽ തന്നെ ഉള്ളതാണ്. വേറെ ഒരു പ്രശ്നമില്ലാത്ത ഭൂമിയാണ്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും നമ്മളുടെ ഇത് ഒരു 25 years ആയിട്ട് നമ്മൾ നടത്തണം. അതിപ്പോൾ നല്ല നാളികേരമുണ്ട്. അത് തുടക്കത്തിൽ 3000 നാളികേരം കിട്ടിയിരുന്നതാണ് ഈ പറമ്പിൽ. 3000 ഇപ്പം ആരും നോക്കാനില്ലാത്തതുകൊണ്ട് ഇപ്പം അറൗണ്ട് 1000 കിട്ടും. ഇപ്പോഴും അടക്കയുണ്ട് നല്ലോണം, ജാതിക്കയുണ്ട് നന്നായിട്ട്. ജാതിക്ക, അടയ്ക്ക, മാങ്ങ, പിന്നെ എല്ലാ ഇതുണ്ട്. ഫ്രൂട്ട്സ് ഒരുവിധം മാംഗോസ്റ്റീൻ, അവക്കാഡോ, മറ്റേ ആപ്പിൾ, ചാമ്പ, പിന്നെ ചിക്കൂസ് ചിക്കൂസ് ഉണ്ട്. പിന്നെ അതുപോലെ ഒരുവിധം ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്. വാഴ അതിൽ കൃഷി ചെയ്തിരുന്നാണ്. ഈ വർഷം എനിക്ക് വയ്യാത്തോണ്ട് ഞാൻ ചെയ്തില്ല. നല്ല ഭൂമി, നല്ല ഇതാണ്. നന്നായിട്ട് കൃഷി ചെയ്തിരുന്ന നെൽകൃഷിക്ക് വേണ്ടി നമ്മൾ കുറേ പാടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ വിറ്റിട്ട് ഇത് മാത്രം ഈ ഭൂമിയോട് തൊട്ട് കിടക്കുന്നാണ്ടോ ഇത് മാത്രം നമുക്കായിട്ട് നെല്ല് വേണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വെച്ചതാണ്. ഇത് മാത്രം വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ വിറ്റാണ്. ഇത് അഗ്രികൾച്ചറൽ കണക്ഷനാണ്, ഫ്രീ കണക്ഷനാണ്. നമുക്ക് കറണ്ടിനോ വെള്ളം പുഴയിൽ നിന്ന് നേരിട്ട് ഡയറക്റ്റ് റോഡിൻ്റെ അടിയിൽ കൂടെ പൈപ്പ് ഇട്ടിട്ട് പുഴയിൽ നിന്ന് എടുത്തിരിക്കുന്ന വെള്ളമാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ അത് പിന്നെ അപ്പോൾ അത് നമുക്ക് എത്ര വേണമെങ്കിലും എത്ര കറണ്ട് ഉപയോഗിച്ചാലും 10 പൈസ കറണ്ടിന് കണക്ഷൻ കൊടുക്കണ്ട. നമ്മൾ 24 മണിക്കൂറും നമുക്ക് കറണ്ട് ഉപയോഗിക്കാം. സർക്കാർ വക അഗ്രികൾച്ചറൽ കണക്ഷൻ. വെള്ളം പുഴയുന്നു, വെള്ളം ഫ്രീ, കറണ്ട് ഫ്രീ. അപ്പോൾ എന്ത് വേണമെങ്കിലും വെച്ച് പിടിപ്പിക്കാനും. അതെ, മെയിൻ കറണ്ടും വെള്ളമാണ്. പിന്നെ കുളം നിർത്തും ഇതിന്റെ കൂടെ തന്നെ. പാമ്പിന്റെ പേടിയാണ് ഇവിടെ ഫുള്ള് ഇവിടെ നോക്കിയെടുക്കാം. നമ്മുടെ കുളവും ഇവിടെ ഞാൻ കഴിഞ്ഞ ബ്ലോഗിൽ നിങ്ങൾക്ക് കാണിച്ചു. കുളിക്കാൻ പണിയോടെ സ്വന്തം പണിയെടുക്കും. അത് കഴിഞ്ഞിട്ട് കുളിച്ചു. കട്ടിലിട്ട് കിടക്കുമായിരുന്നു. മീനിട്ടിട്ടുണ്ട്. ഇത് ഗവൺമെന്റ് തന്നെ തരണാണ് മീൻ, ഫ്രീ ആയിട്ട് പഞ്ചായത്തിൽ നിന്നേ
ये तामरा तामरा ഇവിടെ പണിക്കാരെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ പണിക്കാർ കിട്ടും. ഇവിടെ നമ്മുടെ ഈ ഭാഗത്ത് പള്ളിയിൽ ഭാഗത്ത് ആയിരക്കണക്കിന് ബംഗാളികളുണ്ട് അല്ലേ? ഇവിടെ താമസിക്കുന്ന നമ്മളുടെ ഇവിടെ തന്നെ താമസിക്കുന്ന ബംഗാളികൾ എല്ലാവരും ഈ തന്നെയാണ്, ലേബർ വർക്കേഴ്സ് തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മേടിക്കുന്ന വെച്ചാൽ പണിക്കാർ വന്നിട്ടാൽ നോക്കുക. अलादीन जहाँ जितना किया है ना, ये अपना दूसरे को देने से अच्छा है, दूसरे को काम करवाने से अच्छा है आप अपने आप किया. ये ठीक है ना. अलाउद्दीन खान. अलाउद्दीन खान है? हाँ खान है. मम्मी हाँ एक ही जगह पे पाइप डालेगा, एक ही जगह से वो भैया ने बोल दिया ऐसे ही ठीक है. एक ही जगह में पाइप डालेगा, हाँ. एक ही जगह से जाएगा तो ये अच्छा आइडिया है. हाँ जामुन उंटा करे. जामुन? हाँ जामुन भी है. तो आज पूरा काम है आपको, आज पूरा क्लियर करेगा. काम दूसरा जगह था. वाह वाह डाल दिया. वो नमक में डलवाएंगे फिर. आप ऐसे बनाया हुआ है ना, तो नमक में किसी से डलवाएगा. वो लड़के को भी तो कुमाई है, कुमाई तो हमारे पास है ही नहीं. आपके पास है? हाँ कुमाई. कुमाई डालेगा तो अभी ठीक था. खरीदते आएगा नहीं करेगा. ഇല്ല അതൊക്കെ നമുക്ക് പടവിന്ന് വെറുതെ കിട്ടും. പിന്നെ അത് മാത്രമല്ല, എനിക്കെന്ന് പറഞ്ഞാൽ ഇപ്പോൾ യാവിൻ്റെ സ്കൂള് ഡൽഹിയിലാണ്. പിന്നെ അവൻ ഇവിടെ കൊണ്ടുവന്നിട്ട് പിന്നെയും ഷിഫ്റ്റ് ചെയ്യുക, പിന്നെയും ചേഞ്ച് ചെയ്യുക. ആൻഡ് മൈ വൈഫ് വാസ് ടോട്ടലി അഗൻസ്റ്റ് ഇറ്റ്. കാരണം ഇപ്പോൾ ഓൾറെഡി തന്നെ അവൻ ഉഖ്രുൽ മണിപ്പൂരിൽ നിന്ന് വെച്ചിട്ട് പിന്നെ ഡൽഹിക്ക് വന്നു, പിന്നെ ഡൽഹിയിൽ നിന്ന് പിന്നെ ദുബായിലേക്ക് വന്നു, പിന്നെ ദുബായിൽ നിന്ന് തിരിച്ച് ഡൽഹിക്ക് വന്നു. അപ്പോൾ 4 പ്രാവശ്യം ഓൾറെഡി അവൻ്റെ സ്കൂൾ നമ്മൾ ചേഞ്ച് ആക്കി. ഇറ്റ്സ് ഡിസ്റ്റർബിങ് ഹിസ് ഓൺ എന്താണ് പറയുക, ആ മീഡിയം മനസ്സിലായില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡിസൈഡ് ചെയ്തു യാവിൻ്റെ സ്കൂളിങ് കഴിയാണ്ട് നമ്മളൊന്നും ചെയ്യണ പരിപാടിയില്ല. അപ്പോൾ ടിൽ യാവിൻ ഈസ് ഇൻ ഡൽഹി വി വിൽ സ്റ്റേ ഇൻ ഡൽഹി and finish his education till 12th, and after that we'll decide okay what we have to do. അതാണ് നമ്മളുടെ ഇപ്പോഴത്തെ പ്ലാൻ. നമ്മളെ ലൈഫിൽ നമ്മളെപ്പോഴും ഒരു നല്ലൊരു പ്ലാനിങ് ഇല്ലാണ്ട് നമ്മൾ എന്തെങ്കിലും സ്റ്റെപ്പിൽ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രശ്നമാവും. സോ ദാറ്റ്സ് വൈ ഐ വോണ്ട് ടു കം ഹിയർ ബട്ട് ഐ കനോട്ട് ലീവ് യാവിൻ ഓൾസോ. കാരണം എൻ്റെ വൈഫ് ജോലി ചെയ്യുന്നത് വേറൊരു സ്റ്റേറ്റിലും നമ്മൾ ഇവിടെയും. ഇപ്പോൾ എൻ്റെ വൈഫ് ഡൽഹിയിലെന്ന് വെച്ചാൽ ദെൻ ഐ കുഡ് ഹാവ് കം ആൻഡ് done something, പക്ഷേ she is not right now unless she gets a transfer or something. Let's see how things work out. Even she gets a transfer also, if I come here also again I have to spend money on this entire thing which I don't have. അത് ശരിയാവില്ല. You know, it's not that my mom will not give me, പക്ഷേ ആ പൈസ ചിലവാക്കിയിട്ട് കാര്യമില്ല. എനിക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് ഇല്ല. ഇത് പഠിച്ചെടുക്കുക പിന്നെ അത് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ടേക്ക് ലോട്ട് ഓഫ് ടൈം. ഐ ഡോണ്ട് ഹാവ് ദി എക്സ്പീരിയൻസ് ഓഫ് ഫാമിങ്. സോ ദാറ്റ് ഈസ് വൺ തിങ് ദാറ്റ് ഐ ഡോണ്ട് വാണ്ട് ടു ടേക്ക് എ റിസ്ക്. അപ്പോൾ ഇത്രയും നാൾ ഇത് ആക്ച്വലി ഫുള്ള് എന്താണ് പറയുക ഇതായിട്ട് കിടക്കായിരുന്നു. എന്ന് വെച്ചാൽ ഒന്നും ആരും നോക്കാണ്ട്. അപ്പോൾ ഫൈനലി മമ്മി പറഞ്ഞു എന്തായാലും വിൽക്കാനുള്ള പരിപാടിയില്ല, അപ്പോൾ ഒന്ന് ക്ലീനൊക്കെ ചെയ്യിപ്പിക്കുക. അപ്പോൾ എല്ലാത്തിനും വാടകയൊക്കെ ഉണ്ടാക്കി വെള്ളമിട്ട് വയ്ക്കുന്നത് നമ്മൾ ബേസിക്കലി. വേറൊരു വഴിയില്ല. ദാറ്റ്സ് ദി ഓൺലി ഓപ്ഷൻ റൈറ്റ് നൗ വി ക്യാൻ ഡു. And invest that money into something else better, maybe buy a house or something back in Delhi or something, you know, or in Kochi or എവിടെയെങ്കിലും. അതാണ് ഇപ്പോൾ നമ്മളുടെ പ്ലാൻ. ഇത് കണ്ട ഇവിടെ ഫുള്ള് കൃഷിയും ഇത് നെല്ലാണ്, നെല്ലിൻ്റെ കൃഷി. ഇത് അപ്പുറത്ത് ഷുഗർ കെയിൻ ഉണ്ട്. ഇതെല്ലാതും കൃഷി ചെയ്യണ ഏരിയയാണ് നമ്മളുടെ ഈ ഭാഗം. ചിറ്റ്ല എന്ന് പറയും. കിഴിപ്പുള്ളിക്കര കറാഞ്ചിറ ഏരിയ. പഴുവിൽ നിന്ന് 2 കിലോമീറ്റർ, 1 കിലോമീറ്റർ പഴുവിൽ നിന്ന്. ഉണ്ടാ beautiful place. If I had money I would have properly done up ഒരു ഫാം ഹൗസ് മാതിരി തന്നെ ഞാൻ ചെയ്തേനെ, അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റ് ഹോം ആയിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തേനെ. പക്ഷെ എൻ്റെ പൈസ ഇല്ല ഇപ്പോൾ. സോ ഐ കാനോട്ട് ഡു ഇറ്റ്. ഇത് കണ്ട ഇതാണ് പുഴ, നമ്മുടെ സെയിം ഫാം ഹൗസിൻ്റെ തൊട്ട് മുമ്പിൽ. എന്തോരം മീനാ അതിൽ. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന അറിയില്ല കാരണം എൻ്റെ മറ്റേ ഫിൽറ്റർ ഇല്ല കാണിക്കാൻ വേണ്ടിയിട്ട്. ഇഷ്ടംപോലെ മീനുണ്ട്. എന്താടാ പട്ടി കുട്ടികള്. അങ്ങനെ നമ്മൾ ഞാനും മമ്മിയും ഫാം ഹൗസ് ഇട്ടിട്ട് ഒരു ഓട്ടോ പിടിച്ച് ഇങ്ങോട്ടേക്ക് വരുന്ന വഴിയാണ്. അപ്പോൾ വരുന്ന വഴിക്ക് മമ്മി പറഞ്ഞു കറിക്ക് വെള്ളം കുടിക്കാമെന്ന്. അപ്പോൾ നമ്മളുടെ
വീടിൻ്റെ വഴിയിൽ തന്നെ എന്ന് വെച്ചാൽ കുമാരേട്ടൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അപ്പോൾ ആളുടെ കറിക്കിൻ്റെ ഇങ്ങനെ ബിസിനസ്സാണ്. അപ്പോൾ ആളിങ്ങനെ ഇരിക്കും വഴിയിൽ. അപ്പോൾ ആൾ ഈ നമ്മുടെ നാട്ടിലെ കറിക്കാണത് നമ്മളിപ്പോൾ കുടിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. നല്ല ഫില്ലിംഗ് ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല മധുരം ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാണുന്ന ഒരു ചെറിയ കടയാണ് നമ്മുടെ കുമാരേട്ടൻ്റെ കറിക്കിൻ്റെ കട. എന്തായാലും ഓക്കെ കുമാരേട്ടൻ്റെ കറിക്ക് അല്ലേ? കരിക്കുമല്ല, നാടനാണേ. നാടൻ. ഇപ്പം ഒരു രസമുണ്ടായി. ഞാനും മമ്മിയും കറിക്ക് വെള്ളം കുടിക്കാൻ തിരിച്ചു. അപ്പോൾ നമ്മളുടെ നാട്ടിൻ്റെ അവിടെ ആളിന് കുമാരേട്ടൻ. അപ്പോൾ ആളെനിക്ക് കറിക്ക് തന്നു. ഞാൻ കറിക്ക് വെള്ളം കുടിച്ച്. പിന്നെ അതിൻ്റെ ആൾ വെട്ടിയിട്ട് എനിക്ക് ഈ കറിക്ക് നേരെ തിരിച്ചു തന്നപ്പോൾ പിന്നെ ഉള്ളിലുള്ള സാധനം കഴിക്കണ്ടേ, അതിനുള്ള എൻ്റെ ഒരു സ്പൂൺ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ഈ സംഭവം കണ്ടത്. ഇത് കണ്ട ഈ സംഭവം, ഇത് ബേസിക്കലി ഇതിങ്ങനെ കണ്ട ഇതിങ്ങനെ വരും. അപ്പോൾ ഇതാണ് ബേസിക്കലി സ്പൂണ്. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കണ്ടില്ല, ഞാൻ ഒരെണ്ണം 2 സൈഡിലും അങ്ങനെ വെട്ടിയിട്ട് തരും. അപ്പോൾ ഇത് വെച്ചിട്ട് തോണ്ടിയെടുക്കാം. അതാണ് കറിക്കിൻ്റെ സ്പൂൺ ഇവിടെ. അപ്പോൾ ഗൈസ്, ഹോപ്പ്ഫുള്ളി യു ഗൈസ് ലൈക്ക് ദിസ് വ്ളോഗ് ഫോർ ടുഡേ. ഇന്നത്തേക്ക് ഇത്രയും മാത്രം. ഇഫ് യു ആർ ന്യൂ, പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ്, ലൈക്കിങ് ആൻഡ് കമൻറ്റിങ്. ഇങ്ങനത്തെ വീഡിയോസ് ഞാൻ എല്ലാ ദിവസവും ഇട്ടുകൊണ്ടിരിക്കുന്നതാണ്. താങ്ക് യു. കാണാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. ബൈ.